ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുജാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഫ്ലാക്സ് സീഡ്സിൻ്റെ ലഡ്ഡു ആണ്. ഫ്ലാക്സ് സീഡ്സ് നമ്മൾ പൊടിച്ചിട്ടൊക്കെ കഴിക്കും, പക്ഷേ ഇങ്ങനെ ലഡ്ഡു ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ വലിയവരും കുട്ടികളും ഇത് കഴിക്കും. ഇതിൽ ധാരാളം ഒമേഗ 3 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കഴിക്കണം എന്നല്ലേ പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ ലഡ്ഡു രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കുക വെച്ചാൽ എല്ലാവരും കഴിക്കും. ഇത് ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഒക്കെ ധാരാളം ഒമേഗ 3 വേണം, വീട്ടിലുള്ളവർക്കൊക്കെ ഒമേഗ 3 വേണം എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിക്കണം, ഇത് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ നല്ല ചൂടായി. അപ്പോൾ ഇത് 250 ഗ്രാം ഫ്ലാക്സ് സീഡ്സാണ് ഇട്ടിരിക്കുന്നത്. 250 ഗ്രാമിൻ്റെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വറുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറക്കുക. അപ്പോൾ ഇത് ഒരു കളർ ചേഞ്ചൊക്കെ ആവുന്നുണ്ട്. കളർ ചേഞ്ചായിട്ട് ഇതിങ്ങനെ പൊട്ടണ ശബ്ദം ഇങ്ങനെ ടിപ്പിന്ന് പൊട്ടും. അപ്പം നമുക്ക് ഇത് ആയിന്ന് അറിയാം. അപ്പോൾ ഇത് ബ്രൗൺ കളറായി, ഇതിങ്ങനെ കുറേശ്ശെ പൊട്ടാനൊക്കെ തുടങ്ങി. അപ്പോൾ നല്ലോണം ഒരുമാതിരി നന്നായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല പൊട്ടണ ശബ്ദം കേൾക്കണം. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിനി നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി അതേ കടായിൽ തന്നെ നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് അതിലൊരു 50 ഗ്രാം ബദാം ഇടാം. ബദാമും കാഷ്യൂം കുറച്ച് ഇടണം. എന്താ വെച്ചാൽ ഈ ഫ്ലാക്സ് സീഡ്സിന് ഒരു ചെറുതായിട്ടൊരു കയ്പ്പുണ്ടാവും, അത് കമ്മിയാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് തേങ്ങ ഇടാം കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് കൊപ്ര തേങ്ങ അതും വറുത്തിട്ട് വേണമെങ്കിൽ ഇതിലിടാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കയ്പ്പുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണത്. കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട്. ഫ്ലാക്സ് സീഡ്സിനൊരു കയ്പ്പുണ്ടാവും. അതും നല്ല മൂത്തു നമുക്ക് ഇത് എടുക്കാം. ഇത് നന്നായിട്ട് തണുക്കണം കേട്ടോ ഫ്ലാക്സ് സീഡ്സ്. അപ്പം നമുക്ക് തണുത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് തരാന്ന് തന്നെ പൊടിക്കണം. അധികം പൊടിയരുത്. അധികം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഓയിലുണ്ട്, അത് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് തരാന്ന് തന്നെ പൊടിച്ചിട്ട് എടുക്കണം. അധികം പൊടിയരുത്, തരുന്ന് തന്നെ പൊടിക്കണം. അതേപോലെ നമ്മൾ വറുത്ത് വെച്ച ബദാമും അണ്ടിപ്പരിപ്പും അതും ഇതിൽ നന്നായിട്ട് പൊടിക്കുക. അതും തരുന്ന് തന്നെ പൊടിച്ചാൽ മതി, നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൂടി അതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. പൊടിച്ച് വെച്ച ഫ്ലാക്സ് സീഡിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അതും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഒരു കടായിൽ ഒരു 300 ഗ്രാം വെല്ലമാണത്. നമ്മൾ 250 ഗ്രാം ഇതും മറ്റേ രണ്ടും കൂടി ഒരു 300 ഗ്രാമോളം തന്നെ ഉണ്ടാവുള്ളൂ. 300-350 ഗ്രാമേ ഉണ്ടാവുള്ളൂ രണ്ടും കൂടി. അപ്പോൾ അതിനൊരു 300 ഗ്രാം വെല്ലം, അതിൽ ഒരു ലേശം വെള്ളം, അത് ഉരുകാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് ഉരുക്കിയെടുക്കുക. പാവൊന്നാക്കണ്ട, ജസ്റ്റ് അതൊന്ന് അലിഞ്ഞാൽ മതി. നന്നായി അലിഞ്ഞ് വെല്ലമൊക്കെ അലിഞ്ഞ് ഇനി നമ്മൾ ആ മിക്സിലേക്ക് ആ വെല്ലം ഉരുക്കിയത് ഒഴിക്കുക. ചൂടോടുക്കണ തന്നെ ഒഴിക്കാം.
എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് പാവൊന്നും ആവണ്ട, ജസ്റ്റ് ആ വെള്ളം ഒന്ന് ഉരുകിയാൽ മതി, അത്രേ വേണ്ടുള്ളൂ. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ലഡ്ഡു പിടിക്കാം. ചൂട് കൊടുക്കനെ പിടിക്കാൻ പറ്റില്ല, കൈ പൊള്ളും. അപ്പോൾ ഒന്ന് ആറിയ ശേഷം നമുക്ക് ലഡ്ഡു പിടിക്കാം. മുകളിലത്തെ ഭാഗം കുറച്ച് ആറിയിട്ടുണ്ടാവും, അപ്പം നമ്മൾ ആറിയ ഭാഗം നോക്കിയിട്ടാണ് ലഡ്ഡു പിടിക്കുന്നത്. ഇനി ഇത് കുറച്ച് ഒട്ടുണ്ടെങ്കിൽ ലേശം നെയ്യ് തടവിയിട്ട് നമുക്ക് ലഡ്ഡു പിടിക്കാം. അപ്പോൾ ഈസി ആയിട്ട് ലഡ്ഡു ആവും. കയ്യിൽ ഒട്ടുണ്ടെങ്കിൽ ലേശം നെയ്യ് പുരട്ടിയാൽ മതി. അങ്ങനെ എല്ലാ ലഡ്ഡുവായി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.